ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെയിൻ എനർജീസ് എന്തൊക്കെയാണ്. പയൽ നമ്പർ 1ൻ്റെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി സ്പിരിച്വൽ എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആർക്കേഞ്ചൽസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിസീവ് ആകുന്നുണ്ടാകാം. പേജ് ഓഫ് വോൺസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, ഒത്തിരി പാഷൻ്റെ എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗ്രോത്ത്, വളർച്ച, അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി, 7 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലി, കുടുംബം, കുട്ടികൾ, ഓക്കെ, ക്ലോസ് ആയിട്ട് നിങ്ങൾ ഒത്തിരി ഹാർട്ട് സ്പേസിൽ ഒത്തിരി ഇടം കൊടുക്കുന്ന എനർജീസ് കുറച്ചും കൂടെ കെയർഫുൾ ആകുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ബാക്കിൽ വന്നിട്ട് ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇവിടെ ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ഷാഡോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, കുറേ കൂടെ നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട്, നിങ്ങളുടെ വർക്ക് മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിട്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കൺസ്ട്രക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബിൽഡിംഗ്, ഹോം, ഓക്കെ, ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പുരോഗമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ക്രിയേറ്റിവിറ്റി, ഒത്തിരി ക്രിയേഷൻ്റെ എനർജി കാണുന്നുണ്ട്. വർക്കിലും ഒത്തിരി പുരോഗതി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഹീലിംഗ് എനർജിയും കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പയൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. താങ്ക് യു. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി ഫെമിനിൻ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് ഇമോഷണൽ എനർജിയാണ്, ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേരുടെ പ്രയേഴ്സ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ വൈബ്രേഷനുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഓഫ് വോൺസിൻ്റെ എനർജി, 3 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
അഗെയിൻ ഇമോഷണൽ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഹോം, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, കുറച്ചൊന്ന് ബാലൻസ് ചെയ്തിരിക്കാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ സമ്പൽ സമൃദ്ധി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മൂല്യം കൊടുക്കുന്ന കാര്യങ്ങൾ, അത് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ മൂല്യം കളഞ്ഞിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൽ നിങ്ങൾ ഒത്തിരി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഹീലിങ്ങിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് സബ് കോൺഷ്യസ് ബ്ലോക്സ്, നമുക്കറിയത്തില്ല നമ്മളുടെ സബ് കോൺഷ്യസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മൾ അറിയാതെ തന്നെ പല എനർജീസും കടന്നു വരുന്നുണ്ടാകാം. ഇത് നമ്മൾ പഠിച്ച പാറ്റേൺസ് ആയിരിക്കാം, നമ്മളുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് ബ്ലോക്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പേടി, ഭയം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു തടസ്സം, അങ്ങനത്തെ എനർജി നിങ്ങൾ കുറേ നാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു സബ് കോൺഷ്യസ് ബ്ലോക്ക് എന്താണ്, എന്ത് എനർജീസാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് പുറമേ അത് മനസ്സിലാകുന്നുണ്ടാകില്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അത് ഹീലിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട്, അവിടെ ഒരു സമാധാനം, പീസിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ മദറിനെ കുറിച്ചിട്ടും കുറച്ചൊരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു എനർജിയിലും കുറേ നാളായിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അവിടെയും ഒരു ഹീലിംഗ്, എന്തെങ്കിലുമൊക്കെ മറിഞ്ഞിരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ട്രൂത്തിലോട്ട്, സത്യം എന്താണ്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ആ ഒരു എനർജിയിലോട്ടും ഷിഫ്റ്റ് ആകുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒത്തിരി പ്രയേഴ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം. ഒത്തിരി പ്രാർത്ഥന, ഒത്തിരി സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് മെയിനായിട്ട് ഈ ഒരു എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ സപ്പോർട്ട് നിങ്ങളെ ഒത്തിരി ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ എനർജീസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.